Good afternoon, dears. എല്ലാവരും അവസാനവട്ട പ്രിപ്പറേഷനിലായിരിക്കും. നമുക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിൽ അഭയാർ നായർ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ആളൊക്കെ കുറവായിരിക്കുമല്ലോ, കാരണം മറ്റന്നാൾ എക്സാം അല്ലേ. ഗോപിക വന്നു. ഗോപിക മോഡൽ പ്രിപ്പറേഷനൊക്കെ എവിടം വരെ ആയിട്ടുണ്ട്? അഫ്സൽ, ഗുഡ് ആഫ്റ്റർനൂൺ അഫ്സൽ. നമ്മൾ തിയറി ഒന്നും ഇനി പറയുന്നതിൽ കാര്യമില്ല, അതുകൊണ്ട് നമുക്കല്ലല്ലോ, നമ്മളന്ന് പ്രോബ്ലത്തിനാണല്ലോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നല്ലോ. ഒരിക്കലും JEE അഡ്വാൻസ്ഡിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ആ മോഡലും കാര്യങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു 2010 to 15 വരെയുള്ള സമയത്തെ ക്വസ്റ്റ്യനുകളാണ്. അത് പലതും അല്പം നല്ല നിലവാരത്തിലുണ്ടായിരുന്ന ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ല എന്നാണ് അഭയ് പറയുന്നത്. സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പം ശരിയായിട്ടുണ്ടോ അഭയ്? സൗണ്ട്. ഹായ് സാർ ഫാത്തിമ, അടിപൊളി. സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? അഭയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഫാത്തിമക്ക് സൗണ്ട് ക്ലിയർ ആണോ മക്കളെ? ഇപ്പോൾ ഓക്കെ അഭയ്, ഓക്കെ. നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. ക്ലിയർ ആണ്, ഗോപികയും പറഞ്ഞു. ഈ കോളം മാച്ചിങ് ഒരു സമയത്ത് സ്ഥിരം 2 പേപ്പറിലൊക്കെ വരെ മാച്ച് ദ ഫോളോയിങ് അല്ലെ കോളം മാച്ചിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത്തവണ അത് കഴിഞ്ഞ വർഷം ചോദിക്കാത്തതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ 2 ഡിസ്കഷനിൽ നമ്മളിത് ഒഴിവാക്കി. എങ്കിലും JEE അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നതിൽ നിന്നും ആർക്കും മുൻവിധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇട്ടതാണ്. ഇതും ഏത് കാറ്റഗറിയാണെന്ന് ഓർത്തോളം, ഇത് മെട്രിക്സ് മാച്ച് എന്ന് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മെട്രിക്സ് മാച്ച് എന്ന് പറയുന്ന ടൈപ്പാണ്. അതായത് ഇവിടെ 4 എണ്ണമാണ് കോളം 1-ലുള്ളത്, കോളം 2-ൽ 5 എണ്ണമുണ്ട്. ഒന്നിൽ കൂടുതൽ എന്ത് വരാം? ആൻസറുകൾ വരാം. അതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ടുള്ളത്. നമ്മൾക്ക് ആൾജിബ്രയും ട്രിഗണോമെട്രിയുമാണ് നമ്മൾ മെയിനായിട്ട് വരിക. പക്ഷെ അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പോലും നമുക്ക് ഇതില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പറിലെയാണ്. Let omega not equal to 1 be a complex cube root of unity. ഇപ്പോഴും NCERT-ൽ ഇല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നമുക്ക് വരുന്നതാണ്. If 3 minus 3 omega plus 2 omega square, 3 minus 3 omega plus 2 omega square plus 2 plus 3 minus ആണെന്ന് ശ്രദ്ധിച്ചോളണം. 3 minus 3 omega plus 2 omega square the whole raised to 4n plus 3 പ്ലസ് അടുത്തത് എന്താ വന്നിരിക്കുന്നത്? 2 plus 3 omega minus 2 plus 3 omega minus 3 omega square, 3 omega square the whole raised to 4n plus 3 plus minus 3 plus 2 omega minus 3 plus 2 omega plus 3 omega square the whole raised to 4n plus 3 equal to 0 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോസിബിൾ വാല്യൂസ് ഓഫ് n, ഇത് 0 ആകുന്ന n-ന്റെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. n എന്ന് പറയുന്നത് എ മൾട്ടിപ്പിൾ ഓഫ് 4 plus 3 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടികളിലേക്കാണ് വരിക. ഒമേഗ ക്യൂബ് 1 ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 1/ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് 1/ഒമേഗ സ്ക്വയർ ആണ്. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർക്കും, ഇത് ഹൗ ക്യാൻ വി എക്സ്പാൻഡ് ദിസ് എന്നൊക്കെ തോന്നും. കാരണം ഇതിനെ എങ്ങനെ നമുക്ക് 0 ആക്കാം? ഇനി വേറെയും റിസൾട്ടുകൾ ഉണ്ടല്ലോ. 1 + ഒമേഗ + ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഒരു കേസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് നിങ്ങൾക്കത് കത്തണമെന്നില്ല. ആദ്യത്തത് 3 minus 3 omega plus 2 omega square എന്ന് എഴുതി, 4n plus 3. ഇനി നിങ്ങൾക്ക് -3 omega
ഉണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. ഇവിടെ 2 ഒമേഗ സ്ക്വയർ ഉണ്ട്. ഞാൻ ഈ കാണുന്ന ബ്രാക്കറ്റിനെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കാണുന്ന ബ്രാക്കറ്റിന് ഞാൻ ഒരു ഒമേഗ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒമേഗ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 + 3 ഒമേഗ - 3 ഒമേഗ സ്ക്വയർ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട, താഴെ ഒമേഗ സ്ക്വയർ ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അകത്ത് എന്ത് വരും? അത് 2 ഒമേഗ സ്ക്വയർ വരും, +3 വരും. കാരണം എന്താ? 3 ഒമേഗ ക്യൂബ് വരും, -3 ഒമേഗ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ -3 ഒമേഗ എന്നാണ് വരിക. ഹോൾ റൈസ് ടു 4n + 3. അപ്പോൾ താഴെ എന്തുണ്ട്? ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്. മൊത്തത്തിലാണ്. അടുത്തത് ഞാൻ ഇതേപോലെ ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിനെ ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 ഒമേഗ + 2 ഒമേഗ സ്ക്വയർ +3 എന്ന് കിട്ടും. കാരണം ഒമേഗ ക്യൂബ് ബൈ എത്രയുണ്ട്? ഒമേഗയുണ്ട്. ദ ഹോൾ റൈസ് ടു 4n + 3 = 0 എന്നാണ് നമുക്ക് കിട്ടുക. =0 എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇവിടെ എല്ലായിടത്തും ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആരാ? ന്യൂമറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് 3 - 3 ഒമേഗ. നോക്കൂ, 3 - 3 ഒമേഗ + 2 ഒമേഗ സ്ക്വയർ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ കോമൺ ഫാക്ടർ. ഏതാണ്? 3 - 3 ഒമേഗ + 2 ഒമേഗ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 4n + 3 ഇൻറ്റു 1 ഒമേഗ സ്ക്വയർ ഒമേഗയാണ്. അപ്പോൾ ഒമേഗ റൈസ് ടു 4n + 3 പ്ലസ് അടുത്തത് 1 ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ സ്ക്വയർ റൈസ് ടു 4n + 3 = 0. നമുക്കറിയാം 1 + ഒമേഗ റൈസ് ടു n + ഒമേഗ റൈസ് ടു 2n = 0 if n is not a multiple of 3. n എന്ന് പറയുന്ന ആരുടെ മൾട്ടിപ്പിൾ ആവരുതും? 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 0 ആവും. ദാറ്റ് മീൻസ് ഈ എക്സ്പ്രഷൻ 0 ആകുന്ന വാല്യൂസ് നമ്മൾ ചികഞ്ഞു ചെന്നാൽ ഒരേ ഒരു കണ്ടീഷനിൽ ഈ പറയുന്ന പവർ എന്ന് പറയുന്ന 4n + 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആവരുതും. 4n + 3 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല എങ്കിൽ ആ സെക്കൻഡ് ടേം എന്ന് പറയുന്ന 0 ആവും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു അത്. ഈ എക്സ്പ്രഷൻ 0 അല്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 4n + 3യുടെ മൾട്ടിപ്പിൾ ആകുന്ന എപ്പോഴാ? ഓൺലി വെൻ n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ n എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആവാണ്ടിരുന്നാൽ മതി. n 3യുടെ മൾട്ടിപ്പിൾ ആവാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് n എന്ന് പറയുന്നത് എത്രയാവാം? നമുക്ക് n എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 4 ആവാം, 5 ആവാം. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത് ആരോടൊക്കെയാണെന്ന് ഓർക്കുക നിങ്ങൾ. a എന്ന് പറയുന്നത് P, Q, S, T. ഇത് 4ഉം ആരുടെയാണ്? എയുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് PQST എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ള ആ പാർട്ട്. ആക്ച്വലി ഇതൊരു 4 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന എഫക്റ്റാണ് നമുക്ക് ഈ ഒരു കോളം മാച്ചിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി അതിൽ അങ്ങനെ ഇതൊരു കോളം മാച്ചിങ് ആയിട്ട് ഡയറക്റ്റ് എൻട്രൻസിന് വന്നതല്ല. പല ക്വസ്റ്റ്യനുകൾ നമ്മുടെ സിലബസിന് പറ്റുന്നത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഇതാക്കിയതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് ദ ഹാർമോണിക് മീൻ ഓഫ് 2 പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് A and B be 4. 2 നമ്പേഴ്സിൻ്റെ ഹാർമോണിക് മീൻ 4 ആണ്. ഇഫ് Q ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ സച്ച് ദാറ്റ് A5QB ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ദെൻ ദി പോസിബിൾ വാല്യൂസ് ഓഫ് മോഡുലസ് ഓഫ് Q - A ആണ് ക്വസ്റ്റ്യൻ. മോഡുലസ് ഓഫ് Q - A എന്തൊക്കെയാവാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരിക. മോഡുലസ് ഓഫ് Q - A. സി മക്കളെ, ആദ്യം നമുക്കിവിടെ കിട്ടുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചോളണം. ദ ഹാർമോണിക് മീൻ ഓഫ് അതായത് ഹാർമോണിക് മീൻ ഓഫ് 2 പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് 2AB/A+B എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയ എന്ന് പറയുന്നത് 2A + 2B എന്ന് പറയുന്നത് AB എന്ന് കിട്ടും. ഇതൊരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടി. അതവിടെ ഇരുന്നോട്ടെ, അത് കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻസ് നമുക്ക് പറയുന്നത്, നമുക്ക് മോഡുലസ് ഓഫ് Q - A വേണമെങ്കിൽ Qയും Aയും വേണം. അടുത്തതായിട്ട് കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ A5QB ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. A5QB എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇവിടെയാണ് കളി വരാൻ പോകുന്നത് മക്കളെ. ഇവിടെ നമുക്കറിയാം
എ പ്ലസ് ക്യൂ ബൈ ടു ആരായിരിക്കും? 5 ആയിരിക്കും. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് 5 പ്ലസ് ബി ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ എ എന്ന് പറയുന്നത് 10 മൈനസ് ക്യൂ എന്ന് എഴുതാം. അതായത് നമുക്ക് എനെയും ബിനെയും നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ ബി എന്ന് പറയുന്നത് ഇവിടെ എന്തെഴുതാം? 2q മൈനസ് 5 എന്നും എഴുതാം. 2q മൈനസ് 5. ഈ കിട്ടിയ രണ്ട് വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 ഇൻറ്റു 10 മൈനസ് ക്യൂ പ്ലസ് 2 ഇൻറ്റു 2q മൈനസ് 5 ഈക്വൽ ടു 10 മൈനസ് ക്യൂ ഇൻറ്റു 2q മൈനസ് 5 എന്ന് വരുന്നു. ഇവിടെ 20 മൈനസ് 2q എന്ന് വരുന്നു. ഇവിടെ 4q മൈനസ് 10 എന്ന് വരുന്നു. ഈക്വൽ ടു 20q ഉണ്ട്, മൈനസ് 50 ഉണ്ട്, മൈനസ് 2q സ്ക്വയർ ഉണ്ട്, പ്ലസ് 5q ഉണ്ട്. മൈനസ് മൈനസ് ആ മൈനസ് 2q സ്ക്വയർ ലെഫ്റ്റിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ പ്ലസ് 2q സ്ക്വയർ ആവില്ലേ? അത് പ്ലസ് 2q സ്ക്വയർ വരും. ഇനി ഇവിടെ 25q ഉണ്ട്, 25q ഉണ്ട്. ഇപ്പുറത്ത് 4q മൈനസ് 2q എന്ന് പറയുന്നത് 2q ഉണ്ട്. അപ്പോൾ 25 2q മൈനസ് 25 മൈനസ് എത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23q എന്ന് വരും. പ്ലസ് പിന്നെയുള്ളത് നമുക്ക് എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 10 ഉണ്ട്. അപ്പോൾ 60 ഈക്വൽ ടു 0 എന്ന് വരും. കാരണം ഇവിടെ 20 മൈനസ് 10 ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് 4 എടുക്കാം. 4 ഇൻറ്റു 2q മൈനസ് 15 എടുത്താൽ നമുക്ക് നോക്കി 2q സ്ക്വയർ വരും, മൈനസ് 15q മൈനസ് 8q മൈനസ് 25q വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യൂവിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ക്യൂവിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് 4 കിട്ടും, 2q മൈനസ് 5 കിട്ടും, 4 കിട്ടും, 15/2 കിട്ടും. We get two values for q. ഇനി നമുക്ക് അപ്പോൾ എ എന്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മൈനസ് ക്യൂ ആണ്. അപ്പോൾ എ ഈക്വൽ ടു 10 മൈനസ് 4 വരാം, ഓർ 10 മൈനസ് 15/2 വരാം, അതായത് 6 വരാം. ഇത് 5/2 വരാം. അപ്പോൾ എ മൈനസ് ക്യൂവിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 6 മൈനസ് 4 വരാം, അത് 2 വരും. മോഡുലസ് ഓഫ് എ മൈനസ് ക്യൂ ഈക്വൽ ടു മോഡുലസ് ഓഫ് എത്രയാണ് വരിക? 15/2 മൈനസ് അല്ലെങ്കിൽ 5/2 മൈനസ് 15/2 എന്നാണ് വരിക. അത് മൈനസ് 5 വരാം. അപ്പോൾ രണ്ട് ആൻസറുകൾ വരാം. ഏതൊക്കെയാണ്? 2ഉം 5ഉം. അതായത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് ആൻസർ ഉണ്ട്, ക്യൂ ആൻഡ് ടി. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ആൻസർ ക്യൂ ആൻഡ് ടി. യെസ്, ക്യൂ ടി. ഇനി ഒരു അടുത്ത പാർട്ടിലേക്ക് വരുന്നു. അത്രയും ക്ലിയർ അല്ലേ? അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇൻ എ ട്രയാങ്കിൾ XYZ. സാധാരണ നമുക്ക് ABC ആണ് ട്രയാങ്കിൾ എന്ന് പറയുക, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളെയാണ് സ്മോൾ ABC എന്ന് പറയുക. ഇവർ എപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി അവരെന്താ XYZ ആക്കി മാറ്റി. ആക്ച്വലി ക്യാപിറ്റൽ ABC ആണ് ഇവിടെ ക്യാപിറ്റൽ XYZ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വരുന്നത് ABC നമുക്ക് ഈ ABC ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? നമ്മൾ XYZ ഒക്കെ എടുക്കും. നിങ്ങൾ സാധാരണ നമ്മളൊരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നു. അതായത് നമ്മൾ എങ്ങനെ എടുക്കുന്നു? എ എടുക്കുന്നു, ബി എടുക്കുന്നു, സി എടുക്കുന്നു. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ നമുക്കിവിടെ ക്യാപിറ്റൽ X, ഇത് ക്യാപിറ്റൽ Y, ഇത് ക്യാപിറ്റൽ Z. നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യത്തെ പാർട്ട് പറയുന്നത് if 2 into a square minus b square equal to c square and lambda equal to sine of x minus y by sine z, then possible values of n for which cos n pi lambda equal to 0 എന്നാണ് പറയുക. പോസിബിൾ വാല്യൂസ് ഓഫ് n ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2 into a square minus b square ആണ്. 2 into a square minus b square equal to c square എന്ന് പറഞ്ഞാൽ 2 into
സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി ഈക്വൽ ടു സൈൻ സ്ക്വയർ സി. മക്കളെ ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ലോ ഓഫ് സൈൻസ്, എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി എന്നാണ് നമുക്ക് പറയുക. ഇത് ഈക്വൽ ടു കെ, ഓർ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദം. അപ്പോൾ നമുക്കിവിടെ എക്ക് പകരം കെ സൈൻ എ, ബിക്ക് പകരം കെ സൈൻ ബി, സിക്ക് പകരം കെ സൈൻ സി എന്നുള്ളത്. ആ കെ കട്ട് ചെയ്ത് പോവും, രണ്ട് സൈഡിലും ഒരേപോലെ വരുന്നു. ഇനി നമ്മൾ റിസൾട്ടുകളിലേക്ക് തന്നെ പോകേണ്ടി വരും. 2 ഇൻറ്റു സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പലപ്പോഴും പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിളിൻ്റെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരികയാണ്. ഇതും ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. നമുക്ക് എന്താണ് എൻട്രൻസിന് മുമ്പ് JEE അഡ്വാൻസ്ഡിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നില്ല. കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട. കാരണം അല്ലേ, നമ്മൾ എന്തും പ്രതീക്ഷിക്കണം, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതൊക്കെ. ഇനി മക്കളെ എ പ്ലസ് ബി പ്ലസ് സി 180 അല്ലേ? അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് 180 മൈനസ് സി അല്ലേ? അപ്പോൾ സൈൻ 180 മൈനസ് സി എന്ന് പറഞ്ഞാൽ സൈൻ സി അല്ലേ? അപ്പോൾ സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ സി, സൈൻ സ്ക്വയർ സി കിട്ടും. ഒരു സൈൻ സി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു സൈൻ സി എന്ന് വരും. നമുക്ക് വേണ്ടത് സൈൻ എ മൈനസ് ബി ബൈ സൈൻ സി എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് വൈ ബൈ സൈൻ ഇസഡ് എന്ന് പറയുന്നത് 1/2 കിട്ടി. അപ്പം ലാംഡ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി മക്കളെ? 1/2. ഇനി ലാംഡ 1/2 ആണെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണം, ശ്രദ്ധിക്കണം. ആൻഡ് കോസ് എൻ പൈ ലാംഡ എന്ന് പറയുന്നു. കോസ് എൻ പൈ ലാംഡ എന്ന് പറയുന്നു. കോസ് എൻ പൈ ലാംഡ എന്ന് പറയുന്നത് 1/2 എന്ന് പറയുമ്പോൾ കോസ് എൻ പൈ ബൈ 2 ആണ് വരിക. അത് നമുക്ക് എന്താവണം? 0 ആകുന്ന വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോസ് എൻ പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആവണം. ലാംഡ 1/2 കൊടുക്കുമ്പോൾ കോസ് 0 ആകുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 നമുക്കറിയാമല്ലോ. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു എത്ര വരാം? 1 വരാം, 3 വരാം, 5 വരാം. n ഈക്വൽ ടു ഏതൊക്കെ വരാം? 1 വരാം, അതായത് p വരാം, r വരാം, t വരാം. അപ്പോൾ ബാക്കി രണ്ടിനും അത് 1 0 കിട്ടില്ല. അപ്പോൾ കോസ് എൻ പൈ ബൈ 2 ഈക്വൽ ടു 0 ഫോർ n ഈക്വൽ ടു 1, 3 and 5. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ അത്രയേ പറ്റുള്ളൂ. എളുപ്പമല്ലായിരുന്നോ? ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ അതിന് 2 പോസിബിൾ ആൻസേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി തീർന്നില്ല. 4 ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഈ ഒരു കേസിൽ വരിക. അടുത്ത പാർട്ട് പറയുന്നത് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കാം. അടുത്ത പാർട്ട് പറയുന്നത് സെയിം ടൈപ്പ് തന്നെയാണ്. അതിനെ ട്രയാങ്കിൾ എ ബി സി, ലെറ്റ് എ ബി സി ബി ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓപ്പോസിറ്റ് ഇതാണ്. ആൻഡ് 1 പ്ലസ് കോസ് 2x മൈനസ് കോസ് 2y, 1 പ്ലസ് കോസ് 2x, 1 പ്ലസ്, അപ്പോൾ അവിടെ നമ്മൾ എടുക്കേണ്ടത് 1 പ്ലസ് കോസ് 2a മൈനസ് 1 പ്ലസ് കോസ് 2a മൈനസ് 2 കോസ് 2y, 2 കോസ് 2y, y എന്ന് പറയുന്നത് b ഈക്വൽ ടു നമുക്ക് റൈറ്റ് സൈഡ് 2 സൈൻ എ സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ സൈൻ ബി ആണെങ്കിൽ, ഈക്വൽ ടു 2 സൈൻ എ സൈൻ ബി ആണെങ്കിൽ then the possible value of a by b ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പോസിബിൾ വാല്യൂ ഓഫ് എ ബൈ ബി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ റിസൾട്ടുകളിലേക്ക് വരാം. 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റയാണ്. ഇനി കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തെഴുതാം? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ 1 പ്ലസ് കോസ് 2a 2 കോസ് സ്ക്വയർ എ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ ബി എഴുതാം, ഈക്വൽ ടു 2 സൈൻ എ സൈൻ ബി എന്ന് എഴുതാം. ഓക്കെ, സോറി, ഇവിടെ യെസ്, ഇപ്പം എല്ലായിടത്തു നിന്നും ഒരു 2 കട്ട് ചെയ്ത് പോകുമല്ലോ. 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലായിടത്തു നിന്നും എന്ത് പോകും? നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന ആരൊക്കെയാണ്? 2 2 2 പോയി. ഇനി കോസ് സ്ക്വയർ എക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എന്തെഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് എഴുതാം. ഇവിടെ -1 വരും, പ്ലസ് സൈൻ സ്ക്വയർ ബി വരും,
ഈക്വൽ ടു സൈൻ എ സൈൻ ബി എന്ന് വരും. ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ ബി എന്നാണ് വരിക. ഇത് നമ്മൾ റൈറ്റ് സൈഡ്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ എ സൈൻ ബി മൈനസ് 2 സൈൻ സ്ക്വയർ ബി ഈക്വൽ ടു 0. മക്കളെ, നിങ്ങൾ എ ഈക്വൽ ടു ബി ഒന്ന് കൊടുത്തു നോക്കി. ഇവിടെ എ ഈക്വൽ ടു ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ മൈനസ് 2 സൈൻ സ്ക്വയർ എ. അപ്പോൾ 0 കിട്ടും. അതിൻ്റെ അർത്ഥം എ ഈക്വൽ ടു ബി റൂട്ടാണെന്ന് അർത്ഥം. റൂട്ട് മീൻസ് ഇവിടെ റൂട്ട് എങ്ങനെ എഴുതും? യെസ്, ഇത് നമുക്ക് എഴുതാൻ പറ്റുക സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി പോയാൽ ഇവിടെ ആരായിരിക്കും ഉള്ളത്? സൈൻ എ ആയിരിക്കും. കാരണം സൈൻ സ്ക്വയർ എ വരണം, മൈനസ് പോരാ, മൈനസ് വരണമെങ്കിൽ പ്ലസ് വരണം. 2 സൈൻ ബി എടുത്തു കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും 0. അപ്പോൾ നമുക്ക് സൈൻ എ ഇൻറ്റു സൈൻ എ സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ എ സൈൻ ബി മൈനസ് സൈൻ എ സൈൻ ബി പ്ലസ് സൈൻ എ സൈൻ ബി വരും മൈനസ്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടും സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് സൈൻ എ ഈക്വൽ ടു സൈൻ ബി എന്ന് കിട്ടും. അപ്പോൾ സൈൻ എ ബൈ സൈൻ ബി എന്ന് പറയുന്നത് 1 കിട്ടും. സൈൻ എ ബൈ സൈൻ ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി 1 കിട്ടും. ഇവിടെയാണെങ്കിൽ സൈൻ എ ഈക്വൽ ടു മൈനസ് 2 സൈൻ ബി ആണ്. അപ്പോൾ സൈൻ എ ബൈ സൈൻ ബി എന്ന് പറയുന്നത് നമുക്ക് -2 എന്നാണ് കിട്ടുക. അതായത് എ ബൈ ബി എന്ന് പറയുന്നത് -2. ഇവിടെ മോഡുലസ് യോജിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ ആൻസറേ പറയാൻ പറ്റൂ. മോഡുലസ് ഓഫ് എ ബൈ ബി ആയിരുന്നെങ്കിൽ നമുക്ക് 1ഉം 2ഉം ആൻസർ പറയാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൻസർ കിട്ടുക ഡി ഈക്വൽ ടു പി എന്നാണ് കിട്ടുക. അത്ര ഉണ്ടായിരുന്നുള്ള ആ ക്വസ്റ്റ്യൻ. ഓക്കെ ഗോപി, അബ്ദുൾ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ഇപ്പം നമ്മൾ അരമണിക്കൂറോളായി ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അന്ത് മെട്രിക്സ് മാച്ച് എന്ന കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യത്തത് എന്തായിരുന്നു? എ ബി സി ഡി. എ ബി സി ഡി, ഇവിടെ പി ക്യു ആർ എസ് ടി, ഇവിടെയൊക്കെ നമുക്ക് ബബിൾസുകൾ ഉണ്ടാവും. ഇങ്ങനെ ബബിൾസ് എല്ലാത്തിൻ്റെ നേരെ. ഇതാണ് മെട്രിക്സ് മാച്ച് എന്ന് പറയുന്ന കാറ്റഗറി. ഇതിങ്ങനെയാണ് നമുക്ക് ആ OMR ഷീറ്റിൽ വരിക. അപ്പോൾ ആദ്യത്തതിന് നമുക്ക് കിട്ടുന്നത് പി ക്യു എസ് ടി ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ എന്ത് ചെയ്യും? പി എടുക്കും, ക്യു എടുക്കും, എസ് എടുക്കും, ടി എടുക്കും. അങ്ങനെ വരുന്നു. അടുത്തത് നമുക്ക് ക്യു ടി ആണ് വരിക. അപ്പോൾ ക്യു വരും, ടി വരും, ക്യു ടി. അടുത്തത് നമുക്ക് വരുന്നത് പി ആർ ടി ആണ്. അപ്പോൾ പി വരുന്നു, ആർ വരുന്നു, ടി വരുന്നു. ഇങ്ങനെയാണ് വരിക. അടുത്തത് നമുക്ക് പി മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അത് ഡാർക്കൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ മെട്രിക്സ് മാച്ച് എന്ന് പറയുന്ന കാറ്റഗറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ, അത് ചോദിച്ചില്ലെങ്കിലും ഈ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നെഗറ്റീവ് ഉണ്ടോയിരുന്നോന്ന് ഞാൻ ഓർക്കുന്നില്ലടാ. അത് പക്ഷേ നമ്മൾ ഓരോ വർഷവും ഈ പാറ്റേൺ ആൻസറിങ്, ഇപ്പം പണ്ട് പാർഷ്യൽ മാർക്ക് ഇല്ലായിരുന്നു, മോർ ദാൻ 1 കറക്റ്റിന്. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് തോന്നിയ പോലെ മാർക്കിംഗ് സ്കീമിലൊക്കെ വ്യത്യാസം വരാം. എനിവേ, നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സെക്ഷനും എടുക്കുമ്പോൾ അതൊരു കാര്യമുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഒരുപോലെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ മാത്രം നിങ്ങളിപ്പോൾ ആദ്യം നമ്മൾ കെമിസ്ട്രി ആയിരിക്കുമല്ലോ ആൻസർ ചെയ്യാൻ എടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ആ സെക്ഷൻ 1 അതെന്താണ് ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ഒബ്ജക്റ്റീവ് ആണോ, മോർ ദാൻ 1 ആണോ, എന്തായാലും ഇത് രണ്ടുമൊക്കെ ഉണ്ടാവും, ന്യൂമറിക്കൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം അതൊന്നും അങ്ങനെ മാറ്റുന്നില്ല. പിന്നെ ഇൻറ്റിജർ ആൻസർ ടൈപ്പാണ് ഇടയ്ക്ക് മാറ്റിയിട്ട്. ഇൻറ്റിജർ ആൻസർ ടൈപ്പ് ഇപ്പോൾ അതായത് 0 മുതൽ 9 വരെ ആൻസർ വരുന്ന ഏതെങ്കിലും ഡിജിറ്റ് വരുന്ന കേസുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ എനിവേ, നമുക്ക് മെട്രിക്സ് മാച്ച് പ്രതീക്ഷിക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ എനി ഇൻറ്റിജർ കെ. ലെറ്റ് ആൽഫ കെ ഈക്വൽ ടു കോസ് കെ പൈ ബൈ 7 പ്ലസ് ഐ സൈൻ കെ പൈ ബൈ 7 where I equal to root of -1. Then the value of the expression sigma k equal to 1 to 12 alpha k plus 1 minus alpha k by sigma k equal to 1 to 3 alpha for k minus 1 minus alpha for k plus 12. ഈ കാണുന്ന കേസിൽ നിങ്ങൾ നോട്ട് ദാറ്റ്
രണ്ട് കൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് k+1 k, ഇവിടെ 4k - 1 4k - 2. ദീസ് ആർ ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ആദ്യത്തത് 4k, അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും മറ്റത്. 4ന്റെ മൾട്ടിപ്പിൾസ് എന്നുള്ള കേസാണ് വരിക. കിട്ടാമായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് വരുന്നു, ശ്രദ്ധിക്കണം. ആൽഫ k എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻⁴ e⁻⁴ എന്നാണ് ആൽഫ k വരിക. അപ്പോൾ ഞാൻ നോക്കാം, നമുക്ക് ആൽഫ k+1 മൈനസ് ആൽഫ k എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഞാൻ ഇപ്പോഴത്തെ പക്ഷെ നമ്മളെ കാണുമ്പോൾ ഒരു ഭീകരത തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ആൽഫ k+1 മൈനസ് ആൽഫ k ആണ്. ദാറ്റ് ഈസ് e⁻⁴ k+1 ഉണ്ട്, മൈനസ് e⁻⁴ ഉണ്ട്. സി ഹിയർ വി ക്യാൻ ടേക്ക് എ കോമൺ ഫാക്ടർ. എന്താണ് k⁻⁷, e⁻ik⁻⁷. അത് നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുന്നു. ടേക്കിംഗ് e⁻ik⁻⁷ ആസ് കോമൺ ഫാക്ടർ. പോയിട്ട് ഹിയർ ഇറ്റ് ഈസ് ഓൺലി i⁻⁷ -1. ഇങ്ങനെയാണ് കിട്ടുക. സി നമുക്കറിയാം e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ ആണ്. സോ മോഡുലസ് ഓഫ് e⁻i⁻θ വാട്ട് എവർ മേ ബി ദ ആംഗിൾ, നോ പ്രോബ്ലം, ഇറ്റ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് cos സ്ക്വയർ θ + sin സ്ക്വയർ θ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താ നോക്കുക നിങ്ങൾ. സി ഇവിടെ ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. വെൻ വി ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ആ മോഡുലസ് ഓഫ് ആൽഫ k+1 മൈനസ് ആൽഫ k എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് e⁻ik⁻⁷ ഇൻറ്റു e⁻i⁻⁷ -1 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ik⁻⁷ ഇൻറ്റു മോഡുലസ് ഓഫ് z1 z2. വി നോ ഇറ്റ് ഈസ് മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2 ആണ്. i⁻⁷ -1 എന്ന് കിട്ടുന്നു. ഇത് 1 ആണ്. സോ ദ ആൻസർ ഈസ് e⁻i⁻⁷. സി അതിൻ്റെ മോഡുലസ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇറ്റ് ബിക്കം എ കോൺസ്റ്റന്റ് ബിക്കോസ് ദർ ഇസ് നോട്ട് k അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് സിഗ്മ k = 1 to 12, k = 1 to 12 ആൽഫ k+1 മൈനസ് ആൽഫ k എന്ന് പറഞ്ഞാൽ സിഗ്മ k = 1 to 12 മോഡുലസ് ഓഫ് e⁻i⁻⁷ -1 എന്ന് കിട്ടുന്നു. ഇതിനകത്ത് k ഇല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് i⁻⁷ -1 എന്ന് പറയുന്നത് 12 ടൈംസ് ആഡ് ചെയ്യണം. വി ഗെറ്റ് ഇറ്റ് ഈസ് e⁻12 ഇൻറ്റു e⁻i⁻⁷ -1. മകളെ ഇതേപോലെ തന്നെ സിമിലർലി നമുക്ക് എന്തെഴുതാൻ പറ്റും? സിഗ്മ k = 1 to 3 മോഡുലസ് ഓഫ് ആൽഫ 4k + 4k - 1 മൈനസ് ആൽഫ 4k - 2 എന്ന് പറഞ്ഞാൽ 3 ടൈംസ് e⁻i⁻⁷ എന്ന് വരുന്നു. സെയിം തന്നെ വരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിനെ സെക്കൻഡ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ദാ ഈ കാണുന്നതിനെ നോട്ട് ദാറ്റ് ഇത് ബൈ ഇതാണ് വരിക. ദാറ്റ് മീൻസ് e⁻i⁻⁷ -1 ഗെറ്റ് ക്യാൻസൽ ആൻഡ് വി ഗെറ്റ് 12/3. 12/3 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. ഇൻറ്റിജർ ആൻസർ ടൈപ്പിൽ നിന്ന് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണിത്. ഇൻറ്റിജർ ആൻസർ ടൈപ്പ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലായിരുന്നു അത്? വളരെ സിമ്പിൾ അല്ലായിരുന്നു? യെസ്, ആൻസർ 4 അഫ്സൽ പറഞ്ഞു. യെസ് യെസ് യെസ്. ഇൻറ്റിജർ ആൻസർ ടൈപ്പിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. പലപ്പോഴും IIT ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ പലതും നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. അഫ്സൽ ഓക്കെ, ഗോപിക ഓക്കെ പറഞ്ഞു. ഓക്കെ മോളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. The number of distinct solutions of the equation. The number of distinct solutions of the equation 5/4 cos square 2x plus cos raised to 4x plus sin raised to 4x plus cos raised to 6x plus sin raised to 6x. എങ്ങനെ ഇത് സോൾവ് ചെയ്യും? ആൻഡ് നമുക്ക് വേണ്ടത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to 2π ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് വേണ്ടത്. ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കാരണം
ഫസ്റ്റ് ടൈം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇറ്റ് ഈസ് 5/4 cos square 2x ആണ്. ബാക്കി രണ്ട് ടേമിനെയും വി ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് sin 2x എന്നുള്ളതാണ് പ്രത്യേകത. വി നോ ദാറ്റ് sin raised to 4x plus cos raised to 4x എത്രയായിരുന്നു? യെസ്, ഇറ്റ് ഈസ് 1 minus 2 sin square x cos square x. അതുപോലെ cos raised to 6x plus sin raised to 6x എന്തായിരുന്നു? യെസ്, ഇറ്റ് ഈസ് 1 minus 3 sin square x cos square x equal to 2. അതിൻ്റെ അർത്ഥം ആ 2കൾ, അതായത് 1ഉം 1ഉം 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോകും. ഗെറ്റ് ക്യാൻസൽ. പോയിട്ടുള്ളത് 5/4 cos square 2x minus 1/2 sin square 2x plus minus 3/4 sin square 2x equal to 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ അത്? കാരണം ഈ 2നെ നമ്മളൊരു 1/2 എഴുതിയിട്ട് 4 sin square x cos square x എന്ന് എഴുതാം. ആൻഡ് 4 sin square x cos square x ഇതിനെ അവിടെ 1/2 ഇൻറ്റു എഴുതിയാൽ 4 sin square x cos square x എന്ന് പറഞ്ഞാൽ 2 sin x cos x the whole square ആണ്. സോ ദ ആൻസർ ഈസ് എന്ത് വരും? sin 2x the whole square എന്ന് വരും. മക്കളെ, ഇത് ഹാഫ് ആൻഡ് 3/4, ഹാഫും 3/4ഉം 1.25 ആണ്, അതായത് 5/4 തന്നെ വരും. അപ്പോൾ 5/4 cos square 2x മൈനസ് 5/4 sin square 2x ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. 5/4 രണ്ടിടത്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ cos square തീറ്റ മൈനസ് sin square തീറ്റ ഫോം ആണ്. ഇറ്റ് ഈസ് cos 2 തീറ്റയാണ്. സോ ഇറ്റ് ഈസ് cos 4x വരും. ആൻഡ് cos 4x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 4x ഈക്വൽ ടു an odd multiple of pi/2. പോസിറ്റീവ് ആംഗിൾസേ നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ x ഈക്വൽ ടു 2n + 1 into pi/8 എന്ന് വരും. അപ്പോൾ 2n + 1 എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം 2π വരാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ 2n + 1 ഒരിക്കലും 16 അതിൽ കൂടുതലോ ആവാൻ പാടില്ല. അല്ല, 16 ആവാം, ബിക്കോസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. 2n + 1 16 വന്ന് 2n + 1 cannot be an even നമ്പർ, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കൊടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എക്സിന് 0 1 2 3 കൊടുത്ത് 7 കൊടുത്താൽ 7 2 14 1 15 വരും. അപ്പോൾ 7 കൊടുക്കാം. പക്ഷേ 8 ഈസ് നോട്ട് പോസിബിൾ, ബിക്കോസ് വെൻ വി പുട്ട് എക്സ് n ഈക്വൽ ടു 8 ഇറ്റ് ഈസ് 16 + 17 ആയിപ്പോവും. അപ്പോൾ 0 മുതൽ 7 വരെ എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട്? 8 പോസിബിൾ വാല്യൂസ് ഉണ്ട്. ഓക്കെ. ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, ഇതും ഇൻറ്റിജർ ആൻസർ ടൈപ്പ് ആയിരുന്നു. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എത്രയാണ്? 18. ആൻസർ ഈസ് 18. ക്ലിയർ? 18 അല്ല 8. യെസ്, 8. ഗോപികക്കൊക്കെ കിട്ടിയ ആൻസർ. വെരി ഗുഡ്. അടുത്തത് ആൾജിബ്രയിൽ നമുക്ക് വരുന്ന അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം പ്രോബബിലിറ്റി. ദ മിനിമം നമ്പർ ഓഫ് ടൈംസ് എ ഫെയർ കോയിൻ നീഡ്സ് ടു ബി ടോസ്ഡ് സോ ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് at least 2 head is at least 0.96. Probability of getting at least 2 head is at least 0.96 എന്നാണ് പറയുക. The minimum number of times a fair coin needs to be tossed. The minimum number of times a fair coin needs to be tossed so that the probability of getting at least 2 heads is at least 0.96. ഇവിടെ നമുക്ക് കോയിൻ ടോസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ബേസ്ഡ് ഓൺ ബൈനോമിയൽ തിയറമാണ്. അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തണം. NCX 1/2 ആണ്. ദ ഹോൾ റേസ് ടു n ആയിരിക്കും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് NCX 1/, ബിക്കോസ് P = 1/2, Q = 1/2. അപ്പോൾ P⁻n - 1x × Q⁻x എന്ന് പറയുമ്പോൾ എന്ത് വരും? അത് 1/2 n - x × 1/2 x ആണ്. ദാറ്റ് ഈസ് 1/2 n. ഇതാണ് PX എന്ന് പറയുന്നത്. മക്കളെ, ഇവിടെ P(0) എന്ന് പറയുന്നത് നമുക്ക് NC0 ആണ്. അപ്പോൾ അത് 1/2 n എന്ന് വരും. P(1) എന്ന് പറഞ്ഞാൽ NC1 ആണ്. അപ്പോൾ n × 1/2 n എന്ന് വരും. ഇതെന്തിനായി എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ് ലീസ്റ്റ് P ഓഫ് ഗെറ്റിംഗ് അറ്റ് ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? മീനിങ് എന്ന് പറയുന്നത് P of x is greater than or equal to 2 എന്നാണ്. ഗെറ്റിംഗ് 2 or more heads എന്നല്ലേ അർത്ഥം? 2 അതിൽ കൂടുതലോ ഹെഡ് കിട്ടുക. We take the complement, അതായത് P of x less than 2 എന്ന് വരും. ദാറ്റ് ഈസ് 1 minus x less than 2 എന്ന് പറഞ്ഞാൽ 0യും 1ഉമാണുള്ളത്. 0യും 1ഉമാണുള്ളത് എന്ന് പറഞ്ഞാൽ 1 minus 1/2 n minus 1/2 n/2 n എന്ന് വരും.
ഇതാണ് പ്രോബബിലിറ്റി ഓഫ് വെൻ വി ടോസിങ് n കോയിൻസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ് ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുന്നത് 1 മൈനസ് 1/2 മൈനസ് n/2 എന്ന് കിട്ടുന്നു. സി, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്ന അതായത് 1 മൈനസ് 1/2 മൈനസ് n/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.98 ആണ്, 96 എസ് 0.96 ആണ്, അറ്റ്ലീസ്റ്റ് 0.96 ആ കാണുന്നത്. ഈ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുന്നത് ഈസ് അറ്റ്ലീസ്റ്റ് 0.96 എന്ന് പറഞ്ഞാൽ അത് 0.96 അതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിത് കിട്ടുക 1 മൈനസ് 0.96 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 പ്ലസ് n/2 ആണ്. യെസ്, ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടും n പ്ലസ് 1/2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.04 ആണ് വരിക. 0.04 എന്ന് പറഞ്ഞാൽ 0.04/100 ആണ് വരിക. ദാറ്റ് ഈസ് 1/25. അപ്പോൾ n പ്ലസ് 1/1/2 1/25 ചെറുതാവണം. നമുക്ക് വളരെ എളുപ്പം, നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് n ഈക്വൽ ടു 1 തൊട്ട് കൊടുക്കാനൊന്നും പോകണ്ട. നിങ്ങൾ n-ന് 5 കൊടുത്താൽ നോക്കിയേ, 6/2 പറ്റില്ല. കാരണം 6/2 എന്ന് പറഞ്ഞാൽ 6/32 ആണ് വരിക. 7 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 7 കൊടുക്കല്ല, 5 കൊടുത്താൽ 6 ആണെങ്കിൽ 7/2 2 എന്ന് പറയുന്നത് 128. n ഈക്വൽ ടു 6 കൊടുത്താൽ അതാണ് കിട്ടുക 7/128. മക്കളെ, ഇവിടെ മുകളിലും താഴെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7/175 ആണ് വരിക. അപ്പോൾ 7/125 എന്ന് പറയുന്നത് അല്ലേ, അത് ലെസ് ദാൻ അല്ല, കാരണം ഇതാണ് അപ്പോൾ ഗ്രേറ്റർ ദാൻ ആയിട്ട് വരിക. അടുത്ത n-ന് നമ്മൾ 8 ആണ് കൊടുക്കുന്നതെങ്കിൽ, n ഈക്വൽ ടു 8 ആണെങ്കിൽ, n ഈക്വൽ ടു 7 കൊടുക്കുകയാണെങ്കിൽ 8 എത്ര വരും മക്കളെ, ഇവിടെ 8/2 സോറി, ഇവിടെ 2 n-ന് 5 അല്ലേ, ഇവിടെ 6 കൊടുത്താൽ 7 വരും. ഓക്കെ, അപ്പോൾ ഈ 7 ആണ് കൊടുക്കുന്നതെങ്കിൽ ആണ് 128 വരിക. അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് നോക്കൂ, ആൻസർ 8 ആണ് വരിക. കാരണം വളരെ ക്ലിയർ ആണ് ഇവിടെ, കാരണം 8 നിങ്ങൾ കൊടുത്താൽ ഇവിടെ എന്ത് വരും, 9/2 അല്ല 7 വരെ കൊടുക്കാം. നമുക്ക് 7 കൊടുത്തു കഴിഞ്ഞാൽ 8/128 എന്ന് വരും. ഇവിടെ മുകളിലും താഴെ 8 എടുത്താൽ 8 എത്ര വരും, 200. ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ n-ന് 8 ആണ് കൊടുക്കുന്നതെങ്കിൽ 9/256 വരും. അതെന്തായാലും 1/25, കാരണം ഇത് മുകളിലും താഴെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 9/225 ആണ് വരിക. അതിനേക്കാൾ ലെസ് ആണ് ഈ കാണുന്ന എക്സ്പ്രഷൻ 225. സോ ദ ആൻസർ എന്ന് പറയുന്നത് ആരാണ്, ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് ദ മിനിമം നമ്പർ ഓഫ് ടോസസ് റിക്വയർഡ് എന്ന് പറയുന്നത് 8 ആണ്. ദ മിനിമം നമ്പർ ഓഫ് ടൈംസ് എ ഫെയർ കോയിൻ ഈസ് നീഡ്, ആൻസർ 8 ആണ്. അഫ്സലൊക്കെ പറഞ്ഞു കഴിഞ്ഞു, വെരി ഗുഡ്. യെസ്, അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് JEE അഡ്വാൻസിന് ചോദിച്ചിട്ട് പലരും ആൻസർ ചെയ്യാത്തൊരു ക്വസ്റ്റ്യനുമാണ് കേട്ടോ. ഗോപി KA ഇതൊന്ന് ചെയ്തേ മോളെ. Let n be the number of ways in which 5 boys and 5 girls can stand in a queue. 5 boys and 5 girls can stand in a queue in such a way that all the 3 girls stand consecutively in the queue. Adani n. Let m be the number of ways in which 5 boys and 5 girls can stand in a queue such that exactly 4 girls stand consecutively in the queue. Then the value of m by n. Then the value of m by n ആണ് വേണ്ടത്. നിങ്ങളതോടൊപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇതിലെ n നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 5 ബോയ്സ് 1 2 3 4 5. അവരുടെ കേസിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ബട്ട് ഗേൾസ് 5 പേര് ഒരുമിച്ച് വരണം. സ്റ്റാൻഡ് ഇൻ എ ക്യൂ ഇൻ സച്ച് എ വേ ദാറ്റ് ഓൾ ദ ഗേൾസ് സ്റ്റാൻഡ് കോൺസിക്യൂട്ടീവ്ലി ഇൻ ദ ക്യൂ എന്നാണ് പറയുന്നത്. അവര് ഒരുമിച്ച് വരണം. അപ്പോൾ അവരൊരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ എവിടേക്ക് ഇരുത്താം? ദാ ഇവിടെ ഇരുത്താം. ഇവിടെ 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 ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് ഈ 5 ഗേൾസിനെയും ഇടുന്നതെങ്കിൽ, അപ്പോൾ അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 2 3 4 5 ഈ 6 പ്ലേസുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേസ് സെലക്ട് ചെയ്യണം. ഈ 6ൽ നിന്ന് ഈ 6 പ്ലേസിൽ നിന്ന് ഒരു പ്ലേസ് സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഗേൾസിനെ ഇരുത്തണം. അപ്പോൾ അത് നമുക്ക് 6C1 വേസിൽ പോസിബിൾ ആണ്. ഇനി ആ ഓരോ പ്ലേസിലും 5 ഗേൾസിനെ നമുക്ക് 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ ഈ പാവം ബോയ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കേസിൽ റെസ്ട്രിക്ഷൻ ഇല്ല. സോ അവർ 5 പേരെയും നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കിട്ടും 6C1 × 5 ഫാക്ടോറിയൽ × 5 ഫാക്ടോറിയൽ. 6C1 × 5 ഫാക്ടോറിയൽ × 5 ഫാക്ടോറിയൽ. 5 പൊസിഷൻസിൽ 6 പൊസിഷൻസ് ഉണ്ട്. കാരണം ഗേൾസ് എല്ലാം ഒരുമിച്ച് വരണം. അപ്പോൾ ആ ഗേൾസുകളെല്ലാം ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഞാനിക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നിടാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇടാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇവിടെ ഇടാം. ഈ 5 ബോയ്സിനെ 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ 6C1 × 5 ഫാക്ടോറിയൽ × 5 ഫാക്ടോറിയൽ എന്ന് വന്നു. അതാണ് n. നമുക്കത് സിംപ്ലിഫൈ ചെയ്യണോ? നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ അതിൻ്റെ ഒന്നും എക്സാക്ട് വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പോരും. കാരണം നമുക്ക് വി ഹൗ ടു ഫൈൻഡ് എ റേഷ്യോ m/n. അപ്പോൾ ഇതൊക്കെ ക്യാൻസലേഷനൊക്കെ ഉള്ളതാണെങ്കിൽ വെറുതെ നമ്മൾ എന്തിനാവശ്യമില്ലാണ്ട് റിസ്ക് എടുക്കുന്നത്? വെറുതെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സമയം കളയണ്ട. അതാണ് കേസ്. ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണത്. ബോയ്സ് 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 ഇങ്ങനെ വരുന്നു. വയലൻസ് 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 എന്നൊക്കെ പറയുമ്പോൾ ആയിപ്പോയിരുന്നു. ഇവിടെ നമുക്ക് 1 2 3 4 5 6 ഇവിടെയും 6 പൊസിഷൻസ് ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേൾസിനെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഒരെണ്ണം 4 ഒരെണ്ണം 1. അപ്പോൾ 5 പേരിൽ നിന്ന് നമ്മൾ 4 പേരെ ആദ്യം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് 5C4. ബാക്കി ഒരെണ്ണം പൊക്കോളും. ഇനി ഇവരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി പിന്നെ ഒരു 1C1 തിയററ്റിക്കൽ എഴുതുവാണെങ്കിൽ ഒരു 1C1 ഉണ്ട്. കാരണം ബാക്കി 1 അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇവരെ നമ്മൾ 1 2 3 4 5 6 ഇവിടെ എവിടെയെങ്കിലും ഈ കാണുന്ന 6 പൊസിഷനിൽ ഒരിടത്ത് 4 പേരെ ഇടണം, ഒരിടത്ത് ഒരാളെ ഇടണം, എവിടെയെങ്കിലും. അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഈ 6 പ്ലേസിൽ നിന്ന് 2 പ്ലേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതല്ലേ. 6 സെലക്ട് 2 പ്ലേസസ് ഫ്രം ദീസ് 6 പ്ലേസസ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ എത്ര? 6C2 വേസ്. 6ൽ നിന്ന് 2 സെലക്ട് ചെയ്യണം. ഇനി ഈ ഒരു പർട്ടിക്കുലർ കേസ് തന്നെ നിങ്ങൾ നോക്കിയേ. ഇവിടെ ഞാൻ 4ഉം ഇവിടെ 1ഉം എടുത്തെങ്കിൽ തിരിച്ച് ഇവിടെ 1ഉം 4ഉം എടുക്കാം. അതായത് ഈ ഗ്രൂപ്പ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എത്ര വേസ്? 2 ഫാക്ടോറിയൽ വേസ്. ആ ഗ്രൂപ്പിനെ നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 2 ഫാക്ടോറിയൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 4 ഗേൾസ് ഉണ്ട്. ആ 4 ഗേൾസിനെ 4 ഫാക്ടോറിയൽ വേസിലും പിന്നെ നമ്മുടെ പാവം ബോയ്സിന് പ്രത്യേകിച്ചും പറയാനില്ലല്ലോ, അവരെ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ അറേഞ്ച് ചെയ്യാം. ഇതായിരിക്കും നമ്മളുടെ m. ഇതായിരിക്കും നമ്മളുടെ m. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് m/n ആണ്. 5C4 എന്ന് പറഞ്ഞാൽ 5 ആണ്. 6C2 എന്ന് പറഞ്ഞാൽ 6 × 5/1 × 2 ആണ്. അതായത് അത് 3 × 5. ഞാനെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വരെ അങ്ങനെ കീപ്പ് ചെയ്യുവാണ്. × 2 ഉണ്ട്. 4 ഫാക്ടോറിയൽ അങ്ങനെ ഇട്ടു, 5 ഫാക്ടോറിയൽ അങ്ങനെ ഇട്ടു. ബൈ. ഡിനോമിനേറ്ററിൽ ആരാ വരേണ്ടത് നോക്കാം. 6C1 6 ആണ്. 5 ഫാക്ടോറിയൽ × 5 ഫാക്ടോറിയൽ എന്ന് എഴുതി. അപ്പോൾ ഇനി ചില ക്യാൻസലേഷൻസ് ഒക്കെ ഉണ്ടാവും. 5 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും പോയി.
ഈ കാണുന്ന 4 ഫാക്ടോറിയലും 5 ഫാക്ടറിലും പോകുമ്പോൾ ഇവിടെ ഒരു 5 വരും. ആ 5ഉം ഈ 5ഉം പോയി. പിന്നെ ഇവിടെ നമുക്കൊരു 3 × 2 6ഉം 6ഉം പോയി. ഓക്കെ, ഇത്ര ഈസി ആയിട്ട് ആൻസർ കിട്ടി. ആൻസർ 5. ഗോപികക്ക് ആൻസർ കിട്ടിയിരുന്നു 5. ആൻസർ ഈസ് 5. ആൻസർ എന്ന് പറയുന്നത് 5 കിട്ടി. യെസ്. കിഷനും കിട്ടിയ ആൻസർ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. കാരണം ഇത് ലോജിക് ഉണ്ടെങ്കിൽ ചെയ്യാം ഈസി ആയിട്ട്. The coefficient of x raised to 11 in the expansion of 1 plus x square the whole raised to 4 plus 1 plus x cube the whole raised to 7 plus 1 plus x raised to 4 the whole raised to 12 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെയാണ് പറഞ്ഞു. ഇതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ? 1 plus x square the whole raised to 4 plus 1 plus x cube ഈ ആദ്യത്തെ ബ്രാക്കറ്റ് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തരികയാണ് കേട്ടോ. ആദ്യത്തെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ 1 plus 4c1 x square 4c2 x square സ്ക്വയർ പ്ലസ് എക്സെട്ര അത് വരും. രണ്ടാമത്തെ ബ്രാക്കറ്റ് 1 plus 7c1 x cube 7c2 x cube സ്ക്വയർ 7c3 x cube ക്യൂബ് അങ്ങനെ പോവും. അതായത് ഫസ്റ്റ് ബ്രാക്കറ്റിന്റെ പ്രത്യേകത അതിലെ പവർ ഓഫ് എക്സ് എല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 2 ആയിരിക്കും. കാരണം എക്സ് സ്ക്വയറിന്റെ പവറുകളാണ് വരുന്നത്. അതുപോലെ ലാസ്റ്റ് എക്സ്പാൻഷനിൽ ഇത് 12c1 എക്സ് റൈസ് ടു 4 വരും. അടുത്തത് 12c2 എക്സ് റൈസ് ടു 4 സ്ക്വയർ വരും. അതങ്ങനെ പോകുന്നു. അതെല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 4 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ നിന്നൊരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് ടേമിലെ എക്സുകളുടെ പവറിൻ്റെ ഫോം എക്സ് റേസ്ഡ് 2a ഫോമിലായിരിക്കും. അവിടെ എ എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്ര 0 1 2 എക്സെട്ര എത്ര വരെയും വരാം? യെസ്, 4 വരെയും വരാം. അടുത്ത രണ്ടാമത്തതിലെ എക്സിൻ്റെ പവറുകൾ 3a ഫോമിലായിരിക്കും. അവിടെ എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്ര 7 വരെ വരാം. മൂന്നാമത്തെ എക്സ്പാൻഷനിൽ എക്സിൻ്റെ പവർ 4a എന്ന ഫോമിലായിരിക്കും. അവിടെ അത് ഈക്വൽ ടു 0 1 2 എക്സെട്ര എത്ര വരും? എക്സിൻ്റെ പവറുകളുടെ ഫോമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഈ 3 ബ്രാക്കറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പ്രഷനിലെ എക്സ് റൈസ് ടു 11 കോയഫിഷ്യൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ആരുടെ? 11 അതാണ് വേണ്ടത്. അപ്പം 3, അതായത് ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഒരു എക്സ് റൈസ് ടു 2a കൊണ്ട് സെക്കൻഡ് ബ്രാക്കറ്റിൽ ഒരു എക്സ് റൈസ് ടു 3b 4c അങ്ങനെ എടുക്കാം. കാരണം ഇതെല്ലാം ഡിഫറൻ്റ് ആണല്ലോ. 3b അടുത്തത് പിന്നെ എക്സ് റൈസ് ടു 4c. അതായത് നമുക്കപ്പോൾ ആ 3 എക്സിൻ്റെ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ ടൈമിലും വരുന്ന പവറുകൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2a + 3b + 4c ആണ്. അപ്പോൾ ഈ എക്സ്പാൻഷനിൽ ഈ 3 ബ്രാക്കറ്റുകളും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ടേമിൻ്റെയും പവറുകളുടെ ഫോം എന്ന് പറഞ്ഞാൽ ഒരു 2ന്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒരു 3യുടെ മൾട്ടിപ്പിൾ പ്ലസ് 4ന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ ആയിരിക്കും പവറുകൾ വരിക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് കിട്ടേണ്ടത് ഈ 2a + 3b + 4c എന്ന് പറയുന്ന പവറുകളുടെ സം എന്താവണം? 11 ആവണം. എന്ന് പറയുന്നത് 11 ആവണം. അത് 11. ഈ 3 പവറുകൾ 2aയും ഒരു 2ന്റെ മൾട്ടിപ്പിളും ഒരു 3യുടെ മൾട്ടിപ്പിളും ഒരു 4ന്റെ മൾട്ടിപ്പിളും ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടണം. പോസിറ്റീവ് നമ്പേഴ്സ് ആണല്ലോ നമുക്കറിയാം. അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് പറ്റിയ കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എ ബി സിക്ക് വരുന്ന കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ഞാൻ
എക്ക് ഒരു 0 കൊടുക്കുന്നു, ബിക്ക് 1 കൊടുക്കുന്നു, സിക്ക് 2 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എ 0 ആണ്, എയുടെ പവർ ഇല്ല. ഇവിടെ 3 എന്ന് വരും, 4 2 8 വരും, 8 3 11 അല്ലേ വരിക. 2 ഇവിടെ 0 + 3 + 8 വരുന്നു. അതായത് ഇത് 3, ഇത് മാറാനില്ല. കാരണം ഒരു ഓഡ് നമ്പർ, ഈ 11 എന്ന് പറയുന്നത് ഈവൻ ആണ്. അപ്പോൾ ഈ ഒരു ഓഡ് നമ്പർ മസ്റ്റായിട്ട് നമുക്ക് വന്നേ പറ്റൂ ഇത് ആഡ് ചെയ്യുമ്പോൾ. കാരണം ബാക്കി രണ്ടും ഈവൻ നമ്പേഴ്സാണ്. അത് രണ്ടും ആഡ് ചെയ്ത് മാത്രം ആഡ് ചെയ്താൽ 11 വരില്ല. അപ്പോൾ അതൊക്കെ. ഇനി നമുക്ക് ഇവിടെ തന്നെ തിരിച്ച് ചിന്തിക്കാമല്ലോ. എന്താ ഇവിടെ ഇപ്പം 4 × 2 8 വന്നു. ഇവിടെ നമുക്ക് 4 × 2 8 വന്നു. അപ്പോൾ 8 + 3 വന്നു, നമുക്ക് 11 വന്നു. അതുപോലെ ഇവിടെ 2 × 4 എടുത്താൽ 8 വരില്ലേ. അപ്പോൾ അവിടെ +3 വരില്ലേ. അപ്പോൾ നമുക്ക് അതും ഒരു പോസിബിലിറ്റിയാണ്. ഇവിടെ 4 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് പറയാൻ പറ്റുന്നത് A = 1 കൊടുക്കാം, B = 3 കൊടുത്താൽ 3 × 3 എത്ര വരും? 9 വരും. 3 × 3 9, 9 + 2 എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 0. 3 × 3 9 വരും, 9 + 2. ഇനി വെറുതെ ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്തേ നിങ്ങൾ. വെറുതെ ആഡ് ചെയ്ത് 4 3 7 9 വരത്തുള്ളൂ. വെറുതെ അല്ല. A = 2 കൊടുക്കാം, B = 1 കൊടുക്കാം, C = 1 കൊടുക്കാം. ഈ 2 4 4 4 8 1 9. ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. 0 1 2 4 1 0. ശരിയല്ലേ? കാൽക്കുലേഷൻസ് ക്ലിയർ ആയിരിക്കണേ. അപ്പോൾ ആദ്യത്തെ കേസിൽ വരുന്നത് എക്സിന് എത്രയാണ്? അതേ കണ്ടോ, 4C1 മുതലാണ് വരിക. അപ്പോൾ A = 0 എന്ന് പറയുമ്പോൾ അത് 4C0 × 4C0 അല്ല, ⁴ അത് തന്നെ. 4C0 × 7C1 × 12C2 ആണ് വരിക. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ആദ്യത്തത് 0 1 ആയിപ്പോൾ 1 × 7 × 66 വരും. 12C2 എന്ന് പറയുന്നത് 66 വരും. 211 ഓക്കെ. അത് അബൈ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 6 7 42 വരും. 6 7 42 2 44 വരും. 6 7 42 6 7 42 4 46 വരും. 462. ഇനി അടുത്തത് നമുക്ക് കിട്ടുന്നത് 4C0 × 7C1 × 12C0. അപ്പോൾ 4C0 1 വരും, 7C0 7 വരും, 1 വരും, 1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7 ആണ്. അടുത്തത് 4C1 × 7C3 × 12C0 ആണ് വരിക. 4C1 എന്ന് പറയുന്നത് 4 ആണ്. 7C3 എന്ന് പറയുമ്പോൾ 7 × 6 × 5 1 × 2 × 3 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 35 വരും. 35 × 4 എന്ന് പറയുമ്പോൾ 140 വരും. 4 20 3 12 2 14. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എത്രയാണ്? അടുത്തത് നമുക്ക് വരുന്നത് 211 ആണ്. അപ്പോൾ എത്ര വരും? 4C2 × 7C1 × 12C1. അപ്പോൾ 84 ആണ് വരിക. ഇത് നമുക്ക് കിട്ടുന്നത് 4C2 എന്ന് പറയുമ്പോൾ 4 × 3 / 1 × 2 6 വരും. പിന്നെ 7 × 12 വരും. അപ്പോൾ 84 × 6 എന്ന് പറയുമ്പോൾ 64 24 വരും. ഓക്കെ. 6 8 48 2 50 വരും. 504. അപ്പം നമുക്കിവിടെ വരുന്നത് എത്രയാണ്? 4 6 2 ഉണ്ട്, പിന്നെ 5 0 4 ഉണ്ട്, പിന്നെ ഒരു 147 ഉണ്ട്. 4 2 6 7 6 13 വരും. 6 4 10 1 15 വരും. 4 9 10 1 11 വരും. 1113 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അങ്ങനെ ആൻസർ ഉണ്ടോ? യെസ്, ദർ ഇസ് ആൻ ആൻസർ. 1113. 1113. ഗോപികക്ക് കിട്ടിയായിരുന്നു ആൻസർ. അഭയാർ നായർക്ക് കിട്ടി.
അവിടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ ന്യൂമറിക്കൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾക്ക് മിസ്റ്റേക്ക്, ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോകാൻ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ആകുന്ന 7 നമുക്ക് വിട്ടുപോയെന്നിരിക്കട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ഈ 130 ഈ 7 ഇല്ല എങ്കിൽ ആൻസർ എന്ത് വരും? ഇതിനകത്തുനിന്ന് 7 കൂടെ മാറ്റിയാൽ, 7 നമ്മൾ മാറ്റിയാൽ എത്ര വരും? 4 2 6 വരും. 6 അപ്പം 140 വരും. 6 4 10 വരും. 9 10 1 11 ഇപ്പം എത്ര? 1106 വരും. കണ്ടതേ, അത് ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരാമെന്നുള്ളത് വരെ അവർ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ ആൻസർ കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ള പോസിബിലിറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം നിങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് ചെയ്യാൻ. അപ്പോൾ എവിടെയെങ്കിലും ഇടയ്ക്ക് തെറ്റിപ്പോയാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പാടാണ്. നമ്മുടെ അത്രയും സമയവും പോയി കിട്ടും. അതാണ് ആ സംഭവം വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പാസേജ് ആണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്. ലെറ്റ് എസ് എന്ന് പറയുന്നത് S1 ഇൻ്റർസെക്ഷൻ S2 ഇൻ്റർസെക്ഷൻ S3 ആണ്. 3 സെറ്റുകളുടെ ഇൻ്റർസെക്ഷനാണ് നമുക്ക് കിട്ടുന്ന. ഓക്കെ, അതിൻ്റെ ആൻസർ പലരും പറയും. കിട്ടുന്ന എസ് എന്ന് പറയുന്നത് S1 ഇൻ്റർസെക്ഷൻ S2 ഇൻ്റർസെക്ഷൻ S3 കോംപ്ലക്സ് നമ്പറിലൊരു ക്വസ്റ്റ്യൻ ആണ്. 2013 ക്വസ്റ്റ്യൻ ആണ്, അഡ്വാൻസ്ഡിൻ്റെ. ആൻഡ് S1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ Z വിച്ച് ബിലോങ്സ് ടു C ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് Z ഈസ് ലെസ് ദാൻ 4. മോഡുലസ് ഓഫ് Z ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ, മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ x² + y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 4². ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 4. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സർക്കിളിനെയാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ്. ഇറ്റ് റെപ്രസെന്റ് എ സർക്കിൾ ഹൂസ് റേഡിയസ് ഈസ് 4. അതാണ് നമുക്ക് കിട്ടുന്ന S1 എന്ന് പറയുന്നത്. ഇനി അപ്പോൾ S1 കിട്ടി. ഇനി S2 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് Z - 1 + √3i/1 - √3i ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കണം. അപ്പോൾ Z - 1 + √3i /1 - √3i 1 - √3i എന്ന് പറഞ്ഞാൽ x + iy - 1 + √3i /1 - √3i. അത് x - 1 + i × y + √3 എന്ന് വരുന്നു /1 - √3i. ഇതിനെ നമുക്ക് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ ഡിനോമിനേറ്ററിന് ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ പറയുന്നത്. ഗ്രേറ്റർ ദാൻ എ നമ്പർ ആണെങ്കിൽ താഴത്ത് വരുന്ന വേണം. എങ്കിലും നമുക്ക് ഇവിടെ എഴുതിയേക്കാം. ഇമാജിനറി പാർട്ട് എങ്ങനെ കിട്ടുക? റിയലിൻ്റെ ഇമാജിനറി ആണ് ഇമാജിനറി പാർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ x - 1 × √3i, ഇപ്പം എന്ത് വരും? √3 × x - 1. അടുത്തത് ഇതാ, അതായത് ഞാനിപ്പോൾ ചെയ്ത് മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു, അപ്പോൾ i വരും. ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ചു, അപ്പോഴും i വരും. അടുത്തത് y + √3 എന്ന് വരും. ഇവിടെ 1 + 3 എന്ന് പറയുന്നത് 4 ആണ് വരിക. ഇതാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 ആവണം. ഈ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ √3x + y ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടണം. √3x + y ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടണം. √3x + y ഗ്രേറ്റർ ദാൻ 0. കാരണം ഇവിടെ -√3 + √3 പോയി. ഇനി അടുത്ത പാർട്ട് പറയുന്നു റിയൽ പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ 0. റിയൽ പാർട്ട് ഓഫ് Z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ? x ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ? അതായത് സാധാരണ അതപ്പോൾ 3 സെറ്റുകളും നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. 3 സെറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന S1 എന്ന് പറയുന്നത് എന്താണ്? x² + y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല 16 അല്ലെങ്കിൽ 4².
S2 എന്ന് പറയുന്നത് റൂട്ട് x3 എന്ന് പറയുന്നത് റൂട്ട് 3x പ്ലസ് വൈ ആണ്. അത് ഗ്രേറ്റർ ദാൻ 0 വന്നും റൂട്ട് 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0 വന്നും S3 എന്ന് പറയുന്നത് x ഗ്രേറ്റർ ദാൻ 0 വന്നും. ഇത്രയുമാണ് 3 സെറ്റുകൾ വരിക. ഇതിൽ 3ലും കോമൺ ആയിട്ട് വരുന്ന ഏരിയയാണ് നമുക്ക് വേണ്ടത്, കോമൺ പോർഷൻ ആണ് വേണ്ടത്. അതായത് വി ഹാവ് ടു ഫൈൻഡ് എസ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് S1 ഇൻ്റർസെക്ഷൻ S2 ഇൻ്റർസെക്ഷൻ S3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് എസ് ആണ് ആദ്യത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 കേസുകളെയും നമുക്കൊന്ന് വരച്ചു നോക്കാം. യെസ്, ഇതാണ് ആ സർക്കിൾ. സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് 4 ആണ്, ഇത് 4 0. ഇനി അടുത്ത റൂട്ട് 3x പ്ലസ് വൈ ഈക്വൽ ടു 0 മീൻസ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ. ലൈൻ വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ. യെസ്, അതാണ് ആ സംഭവം. ഇതാണ് ലൈൻ എന്ന് പറയുന്നത്. മക്കളെ, ഒരു കാര്യം ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, കാരണം ഇവിടെ ഇത് നമുക്ക് വൈ ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇതിന് ഇപ്പുറത്തേക്കുള്ള പോർഷൻ എടുക്കണം, സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോർഷൻ എടുക്കണം, ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള പോർഷൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്ക് വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വരും. ഇതാണ് ആ ഏരിയ, ഇതാണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അതായത് ഈ ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസിന് റൈറ്റ് സൈഡിലേക്ക് സർക്കിളിൻ്റെ ഉള്ളിൽ ഈ ലൈൻ റൂട്ട് 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ ഗ്രേറ്റർ ദാൻ 0 വെച്ചാൽ നിങ്ങൾ എക്സിന് 4 കൊടുത്ത് റൂട്ട് 3 4 0 കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 4 0 ഉള്ള സൈഡായിരിക്കും ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഏരിയകളായിട്ട് വേണം ഇതിനെ മാറ്റാം. ഇതും ഇത് രണ്ടും. ഏത് ആദ്യം ഞാൻ ഈ പറഞ്ഞ ഈ ഏരിയയാണ്, അതൊരു സെക്ടറാണ്. മറ്റത് സർക്കിളിൻ്റെ ഏരിയയാണ്. ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം πr² ആണ്. അപ്പോൾ πr² എന്ന് പറയുമ്പോൾ ഇവിടെ 16 π എന്ന് വരും. മറ്റത് ½ r² തീറ്റയാണ് വരിക. ഏത് സെക്ടറിൻ്റെ ഏരിയ. മക്കളെ, ഈ കാണുന്ന ലൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് y ഈക്വൽ ടു മൈനസ് റൂട്ട് 3x ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ് മൈനസ്, അത് 60 വരും, നെഗറ്റീവ് ആംഗിൾ. അപ്പോൾ ഇത് 5/3 വരും. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ½ ഇൻറ്റു 4² ഇൻറ്റു π/3 എന്ന് വരും. അപ്പോൾ ഇത് 8π/3 എന്ന് വരും. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഏരിയ എന്ന് പറയുമ്പോൾ മക്കളെ, റിക്വയർഡ് ഏരിയ ഓഫ് എസ് എന്ന് പറയുമ്പോൾ സർക്കിളിൻ്റെ ഏരിയ വേണ്ടല്ലോ, ഫസ്റ്റ് ക്വാഡ്രന്റൽ ഏരിയ പോരെ. ഫസ്റ്റ് ക്വാഡ്രന്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ /4 എടുക്കണം. അപ്പോൾ എത്ര വരും? 16 π. റിക്വയർഡ് ഏരിയ ഓഫ് എസ് എന്ന് പറയുമ്പോൾ 16 π/4 പ്ലസ് 8π/3 എന്ന് വരുന്നു. അപ്പോൾ അതായത് 4π പ്ലസ് 8π/3 എന്ന് വരുന്നു. 4 × 3 12 8 20π/3 എന്നാണ് നമുക്ക് ഏരിയ കിട്ടുക. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 20π/3. യെസ്, അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്, 20π/3. എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ നോക്കാം. 20π/3 ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 20π/3 കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് അടുത്ത രണ്ടാമത്തെ പാർട്ട്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെയിം പാസേജിൻ്റെ ആണ്, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ. ഇത് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു അറിയാമോ?
2 പാസേജ് ആയിരുന്നു വന്നിട്ട്. 2 പാസേജുകളിൽ ഒരു പാസേജിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വീതമായിരുന്നു വന്നിട്ട് പാസേജ് തുടങ്ങിയ സമയത്ത്. പിന്നീട് അവരെന്ത് ചെയ്തു, പിന്നീട് ഒരു വർഷം വന്നപ്പോൾ 3 പാസേജ് 2 ക്വസ്റ്റ്യൻ വീതമാക്കി. അതിൽ പെടുന്നതാണ് ഇതൊക്കെ. 3 പാസേജ്, അത് 3 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് ഓരോന്നിലും 2 ഓപ്ഷൻ. അപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ 6 വീതം 6 ഉണ്ടായിരുന്നു. ചില വർഷങ്ങൾ ഒരിക്കൽ ഒരു നമ്മുടെ കോണിക് സെക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എലിപ്സിനെയും ഹൈപ്പർബോളേനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരു പാസേജിന് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 3 ക്വസ്റ്റ്യൻ. അതിൽ മൂന്നാമത്തതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി 2 എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. ഇങ്ങനെയൊക്കെ അവർ ചോദിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പാസേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും വായിച്ചിട്ട് അതിൽ 2 ഓപ്ഷനുകൾ നോക്കണം. അല്ലാണ്ട് നമുക്ക് അതിനകത്ത് ഓർഡറിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പാസേജ് ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ഏതാണോ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ആദ്യം നോക്കേണ്ടത്. ചിലപ്പോൾ അത് കിട്ടിയാൽ അടുത്തതിന് നമുക്ക് വളരെ എളുപ്പമുള്ള എന്തെങ്കിലും ഹിൻറ്റോ ഇതൊക്കെ കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം ക്വസ്റ്റ്യൻ കാണുമ്പോൾ. അതൊക്കെ വിതിൻ ടൈം വേണം. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയല്ല ഉദ്ദേശിച്ചത്. ആ ക്വസ്റ്റ്യൻ വായിച്ചു നമ്മളിപ്പോൾ. ഇപ്പോൾ ഇതാണെങ്കിലും 2 പാസേജ് നമ്മൾ വായിച്ചു. പക്ഷേ ഇവിടെ എന്തായാലും നമുക്ക് ഈ 2 കേസിനും വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് S1 S2 S3. അല്ലാണ്ട് ഇവിടെ മാർഗ്ഗമില്ല. അപ്പോൾ S1 S2 S3 കണ്ടുപിടിച്ചപ്പോൾ നമുക്കിവിടെ S കിട്ടി S എന്ന് പറഞ്ഞ സംഭവം കിട്ടി. അതൊരു സെക്ടറെ പ്ലസ് 2 സെക്ടറുകളാക്കി അത് മാറ്റാം. അതിലൊരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനൊന്നുമില്ല. അത് സർക്കിളിൻ്റെ ഏരിയയുടെ 1/4 എടുത്താൽ മതി. പിന്നെ മറ്റേത് സെക്ടർ ആക്കിയപ്പോൾ ഏരിയയ്ക്ക് എപ്പോഴും നമുക്ക് എന്ത് വേണം, സെക്ടോറിയൽ ആംഗിൾ വേണം. അതിനാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയപ്പോൾ y = -√3x എന്ന് കിട്ടുന്നു. y = -√3x എന്ന് പറയുമ്പോൾ tan θ -√3 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കാം, 150 എന്ന് എടുക്കാം. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടാണെങ്കിൽ 60 ഡിഗ്രി എന്നും എടുക്കാം. 120യും 60യും എന്ന് എടുക്കാം. അങ്ങനെ എടുക്കാം. അപ്പോഴാണ് ഈ ആൻസർ കിട്ടുക. ഓക്കെ, ഇത് പോസിറ്റീവ് പാർട്ട് ഓഫ് എക്സ് ആക്സിലുള്ള ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് 120 ആണ് കിട്ടുക. ഇതാണ് വെച്ചിട്ട് കിട്ടുക. പക്ഷെ നമുക്ക് ഈ ആംഗിൾ പോരെ, അത് എത്ര വരും, 60 വരും. അപ്പോഴല്ലേ സ്ട്രൈറ്റ് ആംഗിൾ ആവും. അതാണ്. ഇനി അടുത്ത പാർട്ടിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത പാർട്ട് പറയുന്ന ഇതാണ് മോഡുലസ് മിനിമം ഓഫ് 1 - 3i - z. അവിടെ z എന്ന് പറയുന്നത് എവിടെയാണ്? z എന്ന് പറയുന്നത് ബിലോങ്സ് ടു എസ് ആണ്. z ബിലോങ്സ് ടു എസ് ഇവിടെ കാണുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ റീജിയൻ ആണ്. അപ്പോൾ എസ് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മക്കളെ, ഇവിടെ ഈ കാണുന്ന മിനിമം ഓഫ്, ഈ കാണുന്ന മോഡുലസ് ഓഫ് 1 - 3i - z എന്ന് പറയുന്നതിനെ ഞാനൊരു മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ z + 3i - 1 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് z - 1 - 3i എന്ന് എഴുതാം. കാരണം മോഡുലസ് ഓഫ് z1 - z2 എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കോംപ്ലക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2 ആണ്. അതായത് ഇവിടെ നമുക്ക് വേണ്ട സംഭവം എന്ന് പറയുന്നത് മക്കളെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ z ആൻഡ് 1 - 3 എന്ന് പറയുന്ന പോയിന്റ്. ബിക്കോസ് 1 - 3 എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ നോക്കേണ്ടത് നമ്മളുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? x² + y² <= 16 ആണ്. ഞാൻ ഈ 1 - 3 അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 + 9 ഉണ്ട്, അത് <60 ആണ്. അപ്പോൾ ക്ലിയർലി നമുക്ക് ആ പൊസിഷനൊക്കെ അറിയണം. 1 - 3 ലൈസ് ഇൻസൈഡ് ദറ്റ് സർക്കിൾ, ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോൾ സർക്കിളിനുള്ളിലാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. ഇവിടെ നമുക്കപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലാണ്. 1 - 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 1 - 3 എന്ന് പറയുന്ന പോയിന്റ് വരിക. ഈ പോയിന്റും ശ്രദ്ധിക്കണം, ഈ പോയിന്റും ഈ നമ്മൾ ആ ഗ്രീൻ കളറിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോയിന്റിലാണ് ഇസഡ് വരിക. അതിലെ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. കാരണം ആ ഇസഡുകളിൽ ഈ കാണുന്ന ഗ്രീൻ ഷെയ്ഡ് അടിച്ച മുഴുവൻ സംഭവം ഇസഡുകളാണ്. അപ്പോൾ ഇസഡുകളിൽ ഏറ്റവും ചെറുത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 - 3 ലൈസ് ബിലോ ആണ് വരിക. അപ്പോൾ നമുക്ക് കാരണം 1-നേക്കാളും 1ഉം -3 തന്നെ, ഇത് 4 അല്ലേ, -4 ആണ് വരിക, തൊട്ട് മുകളിലായിട്ട് വരിക. അപ്പോൾ ലൈസ് ബിലോ ദി ലൈൻ ആണ് വരിക.
ആക്ച്വലി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇസഡ് ആൻഡ് 1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഫ്രം 1 - 3 ടു ദ ഗിവൺ ലൈൻ. അപ്പം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം 1 - 3 ടു √3x + y = 0. അപ്പോൾ അത് മോഡുലസ് ഓഫ് എക്സിന് √3 കൊടുത്താൽ, അല്ല എക്സിന് 1 കൊടുത്താൽ √3 വരും, വൈക്ക് -3 വരും. അപ്പോൾ ബൈ √3 + 1 എന്ന് വരും. അപ്പോൾ മോഡുലസ് ഓഫ് √3 - 3/2 എന്നാണ് കിട്ടുക. മക്കളെ √3 - 3 നെഗറ്റീവ് ആണ്, പക്ഷെ 3 - √3 പോസിറ്റീവ് ആണ്. സോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 - √3/2 എന്നാണ് കിട്ടുക. 3 - √3/2 എന്നാണ് കിട്ടുക. അതായത് ആൻസർ ഏതാണ്? 3 - √3/2. 3 - √3/2. യെസ്, 3 - √3/2. സി. യെസ്, ഗോപികയ്ക്ക് ആൻസർ പറഞ്ഞു. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഇന്നിട്ടിട്ടുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്ത് നാളെ നിങ്ങൾക്ക് പ്രിപ്പറേഷനൊക്കെ വേണ്ടതല്ലേ. എൻ്റെ ഫസ്റ്റ് ക്ലാസ് വരേണ്ടതായിരുന്നു, എന്തോ കാരണത്താൽ മാറിപ്പോയതാണ്. ഇങ്ങനെയായിരുന്നു നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാമായിരുന്നു. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തിയറി പാർട്ടിനെ കുറിച്ചോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, മെൻഷൻ ചെയ്താൽ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. മറ്റേൻ്റെ ആൻസർ സി പലരും പറഞ്ഞു കഴിഞ്ഞു. വളരെ സിമ്പിൾ അല്ലായിരുന്നു ആ ക്വസ്റ്റ്യനൊക്കെ. അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ 2017 ഒരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. 2017 മാത്തമാറ്റിക്സ് പോലെ എളുപ്പമുള്ള കീമിൻ്റെ ക്വസ്റ്റ്യൻ അതിനേക്കാൾ പാടുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യനുകൾ കീമിൻ്റെ ക്വസ്റ്റ്യനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു 2017 JEE അഡ്വാൻസ്ഡ്. അങ്ങനെ ഒരിക്കലും അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിളായിരുന്നു. എന്നാൽ 19 നല്ല പണിയുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അതുപോലെയൊക്കെയുള്ള ചില പണികൾ കിട്ടാം. പരീക്ഷ വളരെ ടഫായെന്ന് വെച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ടഫാണെങ്കിൽ അത് ഒരുപോലെ നമ്മളെ ബാധിക്കും. നമുക്ക് മാത്രം ടഫാകുക എന്ന് പറയുന്നതാണ് പ്രശ്നം. അതുപോലെ എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് അതിന് പോസിറ്റീവ് സൈഡൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ വരുന്നത് തന്നെയാണ് ഇപ്പം നമുക്ക് എപ്പോഴും നല്ലത്. എളുപ്പം വരല്ലേ എന്നാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. ലെറ്റ് M and N be two 3/3 matrices such that Mn equal to Nm. AB equal to BA means the matrices are commutative എന്നാണ് അർത്ഥം. Mn equal to Nm. Further, if M not equal to N square എന്ന് പറയുന്നത് രണ്ടും 3/3 ആണ്. M not equal to N square ആണ്. M not equal to N square എന്ന് പറഞ്ഞാൽ മെട്രിക്സ് M എന്ന് പറയുന്നതും N square എന്ന് പറയുന്നതും ഈക്വൽ അല്ല. അതിൻ്റെ അർത്ഥം M - N square എന്ന് പറയുന്നത് നോട്ട് എ സീറോ മെട്രിക്സ്. ഒരു മെട്രിക്സിൽ നിന്ന് മറ്റൊരു മെട്രിക്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ കിട്ടണമെന്നുണ്ടെങ്കിൽ, സീറോ മെട്രിക്സ് കിട്ടണമെങ്കിൽ ദേ ആർ ഈക്വൽ, ബട്ട് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ M - N square നോട്ട് ഈക്വൽ 0. ഓരോന്നിനും തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നോർക്കുക. ഇനി മെട്രിക്സിൽ നമുക്ക് വേറൊരു കാര്യം അറിയാം. A+B × A - B എന്ന് പറയുന്നത് എന്ത് വരും? A × A A², A × -B -AB, B × A BA, B × -B -B². A+B × A - B എന്ന് പറഞ്ഞാൽ യെസ്, കുറച്ച് മാർക്ക് കിട്ടിയാൽ നല്ല റാങ്ക് വരും. ഗോപിക അല്ല അഫ്സൽ പറഞ്ഞ കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഇൻ ദ കേസ് ഓഫ് മെട്രിക്സസ്, നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് A+B × A - B A² - B². പക്ഷെ മെട്രിക്സിൽ A+B × A - B A² - B² അല്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ AB യും BA യും ഈക്വൽ ആയിരുന്നു എങ്കിൽ, AB യും BA യും ഈക്വൽ ആയിരുന്നു എങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടിയേനെ? അപ്പോൾ ഓർക്കുക, ഇഫ് AB ഈക്വൽ ടു BA, ദെൻ എന്ത് പറയാം? A+B × A - B എന്ന് പറയുന്നത്
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓൺലി വെൻ ദ മെട്രിക്സസ് ആർ കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സുകൾ എന്താണെങ്കിലേ പറ്റൂ, അത് കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിലേ പറ്റൂ. ഞാൻ ആ റിസൾട്ടിലേക്ക് പോകാൻ കാരണം നിങ്ങൾ ഇവിടുത്തെ ഓപ്ഷനുകളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ എം സ്ക്വയർ ഈക്വൽ ടു എൻ റൈസ് ടു 4 എന്ന് പറയുന്നുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഈസ് 0. ശ്രദ്ധിക്കണം, എപ്പോഴും ഓപ്ഷനുകളെല്ലാം വായിക്കണമെന്ന് ഞാൻ പറയുന്നതാണ്. ദർ ഈസ് എ 3/3 നോൺ സീറോ മെട്രിക്സ് യു സച്ച് ദാറ്റ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു ഈസ് എ സീറോ മെട്രിക്സ്. അങ്ങനൊരു മെട്രിക്സ് ഉണ്ട്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് അവിടെയാണ് അതിൻ്റെ സംഭവം കിടക്കുന്നത്. അതായത് ഇവൻ ആൻസർ ആണെങ്കിൽ ഇവൻ ആൻസർ ആവില്ല, ഇനി ഇവൻ ആൻസർ അല്ലെങ്കിൽ ഇവൻ ആൻസർ ആവാം. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതിനെക്കുറിച്ച് നമുക്ക് പറയാം. കാരണം ഡിറ്റർമിനന്റ് ഓഫ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കില്ല, 0 ആയിരിക്കില്ല. അപ്പോൾ അത് തെറ്റെന്ന് പറയാം. ഇനി there is a 3/3 നോൺ സീറോ മെട്രിക്സ് യു സച്ച് ദാറ്റ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു ഇസ് ദി സീറോ മെട്രിക്സ് എന്നാണ് പറയുന്നത്. എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു ഇസ് ദി സീറോ മെട്രിക്സ് എന്നാണ് പറയുക. അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് അപ്പോൾ അതിലേക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ, എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ, അതിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ 0 അല്ല. ഓക്കെ 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 ഓക്കെ. അടുത്തത് എം സ്ക്വയർ ഈക്വൽ ടു എൻ റൈസ് ടു 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ എം സ്ക്വയർ മൈനസ് എൻ റൈസ് ടു 4 എന്തായിരിക്കും? 0. അവിടെ നമുക്ക് ഉറപ്പായിട്ടും ഇതിനെ എം പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു എം മൈനസ് എൻ സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നു ദേ ആർ കമ്മ്യൂട്ടേറ്റീവ്. എം എൻ ഈക്വൽ ടു എൻ എം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്, എം എൻ ഈക്വൽ ടു എൻ എം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇനി വേണമെങ്കിൽ ഞാനത് ചെയ്തൊന്ന് ജസ്റ്റ് കാണിച്ചാൽ ഇത് നിങ്ങൾ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? എം ഇൻറ്റു എം എം സ്ക്വയർ മൈനസ് എം എൻ സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എം മൈനസ് എൻ റൈസ് ടു 4. മക്കളെ, ഈ എം എൻ സ്ക്വയറും എൻ സ്ക്വയറും സെയിം അല്ല എങ്കിൽ ഒരിക്കലും ക്യാൻസലേഷൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം ഞാൻ മനസ്സിലാക്കി തരാം. എൻ സ്ക്വയർ എം എന്ന് പറയുന്നത് എന്ത് വരും? എൻ ഇൻറ്റു എം ആണ്, ആണല്ലോ. അതിൽ ഈ കാണുന്ന എൻ എമ്മിന് പകരം എന്തെഴുതാം? ഈ കാണുന്ന എൻ എമ്മിന് പകരം എനിക്ക് എം എൻ എന്നെഴുതാം. അപ്പോൾ അവിടെ വീണ്ടും നമുക്കൊരു എൻ എം വന്നു. ആ എൻ എമ്മിന് പകരം എനിക്ക് എന്തെഴുതാം? എം എൻ എന്നെഴുതാം. അപ്പോൾ എം എൻ ഇൻറ്റു എൻ, അപ്പോൾ എന്ത് വരും? എം എൻ സ്ക്വയർ. അപ്പോൾ എൻ സ്ക്വയർ എമ്മും എം എൻ സ്ക്വയറും സെയിം ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകും. അതായത് നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പിൽ നിന്നും ഈ സ്റ്റെപ്പ് എഴുതാൻ പറ്റുന്നതിന് കാരണം ദ മെട്രിക്സസ് ആർ ഗിവൺ ടു ബി കമ്മ്യൂട്ടേറ്റീവ്. മെട്രിക്സുകൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡോക്ടർ സംബോസ്, താങ്ക് യു. ഇനി നമുക്ക് ആ ഒരു കേസ് കഴിഞ്ഞു. ഇനി മക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്. എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ എന്തല്ല? ബട്ട് എന്താണ്? എം മൈനസ് എൻ സ്ക്വയർ എന്തല്ല? സീറോ മെട്രിക്സ് അല്ല എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എം പ്ലസ് എൻ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതൊരു നോൺ സ്ക്വയർ ആണ്. പിന്നെ മാത്രമല്ല, എന്ന് വെച്ച് എയും ബിയും 0 അല്ലെങ്കിൽ പോലും പ്രോഡക്റ്റ് എ ബി 0 ആവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. ഇനി നമുക്കൊരു കാര്യം, ടേക്കിംഗ് ഡിറ്റർമിനൻറ്റ്സ് ഓൺ ബോത്ത് സൈഡ്സ് എടുത്ത് എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് എം പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എം മൈനസ് എൻ സ്ക്വയർ. ഇത് 0 അല്ലെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മെട്രിക്സിൽ ഇത് ഡിറ്റർമിനന്റ് ഓഫ് സീറോ മെട്രിക്സ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എം എൻ സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എം മൈനസ് എൻ സ്ക്വയർ എന്ന് പറയുന്ന 0 വരും. ബട്ട് ഈ കാണുന്ന എം പ്ലസ് എൻ സ്ക്വയറിൻ്റെ ഡിറ്റർമിനന്റ് അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് എ ബി 0 ഓർ ബി എ 0. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഓഫ് എം പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 0. ഇതേതാണ് ഓപ്ഷൻ? ഇതേതാണ് ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി അവിടെ എനിക്ക് തെറ്റി. ഇനി ഇവിടെ നമുക്ക് വരുന്നില്ല, അത് ആ സംഭവം വരുന്നില്ല. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ആണ്. ഡിറ്റർമിനന്റ് ഓഫ്
എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഡിറ്റർമിനൻ്റ് ഓഫ് എം ഇൻറ്റു എം പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എം ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എം പ്ലസ് എൻ സ്ക്വയർ എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എം നോട്ട് ഈക്വൽ, കാരണം അത് പറയില്ല എം ആൻഡ് എൻ ആർ ടു 3/3 മെട്രിക്സസ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ എം പ്ലസ് എൻ സ്ക്വയർ എന്താ? അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എം ഇൻറ്റു 0 എന്ന് വരുന്നു. ആൻസർ നമുക്ക് 0 കിട്ടും. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ട്രൂ, ഡിറ്റർമിനൻ്റ് ഓഫ് ഇത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാം, ഇതെന്തല്ല, ആൻസർ അല്ല. ഇതെന്തല്ല, ആൻസർ അല്ല. ഇനി ഇഫ് ദർ ഇസ് എ 3/3 നോൺ സീറോ മെട്രിക്സ്, അതിൻ്റെ ഓർഡർ 3/3 ആണ്, സച്ച് ദാറ്റ് ഡിറ്റർമിനൻ്റ് ഓഫ്, ഇനി ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. ഇപ്പം നമുക്കിവിടെ ഇത് ഡിറ്റർമിനൻ്റ് ഓഫ്, ഇവിടെ നമുക്ക് കിട്ടിയതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എം പ്ലസ് എം എൻ സ്ക്വയർ ഈക്വൽ ടു 0. മക്കളെ എയുടെ ഡിറ്റർമിനൻ്റ് 0 ആണ്. ബി ഒരു മെട്രിക്സ് നമുക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്ത് വരും? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് എഴുതാം. അത് 0 അല്ലേ? അപ്പം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി നമുക്ക് 0 എന്ന് കിട്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഒരു കേസായിട്ട് നമ്മളിങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുള്ളതാണ്. ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ദെൻ ദെയർ എക്സിസ്റ്റ് ഇൻഫൈനൈറ്റ്ലി മെനി മെട്രിക്സ് ബി സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു 0. എ ബിയും ബിയും 0 ആകുന്ന ഒരുപാട് ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കേസ് കെട്ടെന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണ്? ഈ കാണുന്ന സംഭവത്തിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് പറയാം. അപ്പോൾ there is a 3/3 നോൺ സീറോ മെട്രിക്സ് യു സച്ച് ദാറ്റ് എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു ഇസ് ദി സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് ആകുന്ന ഒരു യു അല്ല, ഒരുപാട് യുകൾ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എയും ബിയും ആൻസർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താവില്ല, ആൻസർ ആവില്ല. ഇവിടെ പറയുന്നു ഫോർ എ 3/3 മെട്രിക്സ് യു എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു ഈക്വൽസ് ടു ദി സീറോ മെട്രിക്സ്. അത് ഇത് 0 ആണെങ്കിൽ, എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു 0 ആണെങ്കിൽ യു 0 മെട്രിക്സ് ആയിരിക്കും. നമ്മളിപ്പോൾ തന്നെ കണ്ടു യു 0 അല്ലെങ്കിൽ പോലും എം സ്ക്വയർ പ്ലസ് എം എൻ സ്ക്വയർ ഇൻറ്റു യു എന്താവാം? 0 മെട്രിക്സ് ആവാം. ഇതാണ് വരിക. നിർബന്ധമില്ല ഗോപി പറഞ്ഞ നിർബന്ധമില്ല. എം പ്ലസ് എം മൈനസ് എൻ സ്ക്വയർ എന്ന മെട്രിക്സ് 0 ആവില്ലെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആവണം നിർബന്ധമില്ല. പക്ഷേ ഈ പോസിബിലിറ്റീസ് നമുക്ക് എടുക്കാമല്ലോ. ഒരു മെട്രിക്സ് 0 അല്ലെങ്കിൽ പോലും ഡിറ്റർമിനൻ്റ് എന്ത്? സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞതാണല്ലോ. അതൊക്കെ അപ്പം അതൊക്കെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടുന്ന ഐഡിയ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാനുണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ്. നമ്മൾ വളരെ കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക എന്നുള്ള അറിയാമല്ലോ. പിന്നെ ഓരോ വർഷവും ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യാസമുണ്ടാവും. മാർക്കിംഗ് സ്കീമിലും മറ്റുമൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ആദ്യത്തെ പേപ്പറിലും രണ്ടാമത്തെ പേപ്പറിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാർക്കിംഗ് സ്കീം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യനാണ്, ന്യൂമറിക്കലൊക്കെയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കില്ല എങ്കിൽ, പണ്ട് നമ്മൾ ഇൻറ്റിജർ ആൻസർ ടൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എന്ത് പറയാമെന്ന് അറിയാമോ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവസാനം നോക്കാൻ പോലും സമയം കിട്ടില്ല, ഒരു ഐഡിയ കിട്ടണില്ല. അവിടെ അതിന് നെഗറ്റീവ് ഇല്ലായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു ഡിജിറ്റ് എഴുതിയിട്ടിട്ട് പോരുക. 0 മുതൽ 9 വരെയുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും ആൻസർ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായാൽ മാർക്ക് 4 അങ്ങ് വീഴും. അതുപോലെ നെഗറ്റീവ് ഇല്ലാത്തതിന് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പാർഷ്യൽ മാർക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോർ ദാൻ 1 കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം. ഇപ്പം ഒന്നോ അതിൽ കൂടുതലോ ഉണ്ട്, പക്ഷെ ഒരു ആൻസർ നമുക്ക് കിട്ടി, ബാക്കിയുള്ളതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള മാർക്ക് ചെയ്യാൻ പോരുത്. കാരണം ആ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നമ്മൾ അതിൻ്റെ പ്രത്യേകത 4 എണ്ണവും കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷനായിട്ടുള്ളൊരു, അല്ലെങ്കിൽ 3 എണ്ണം കറക്റ്റായിട്ടുള്ളൊരു ഇതാണെങ്കിൽ 3ഉം കറക്റ്റാക്കിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. നിങ്ങൾ 2 എണ്ണം കറക്റ്റാക്കി ഒരെണ്ണം തെറ്റിച്ചാൽ മാർക്ക് -2 എന്തോ ആയിപ്പോവും. -2 -3 അതാണ്. അതുകൊണ്ട് അത് ഓരോ തവണയും വ്യത്യാസം വരും. അതുകൊണ്ട് അത് നിങ്ങൾ വളരെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് വേണം അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ. പിന്നെ എല്ലാ ടീച്ചേഴ്സും തന്നിട്ടുണ്ടാവും ഒരു കാര്യം,
നമ്മൾ ടൈം കാൽക്കുലേഷൻ വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കേണ്ടത്. 3 hours നിങ്ങളൊരു ഫസ്റ്റ് 30 minutes കെമിസ്ട്രി ഒന്ന് കവർ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്ക് സക്സസ് ആയി. ആദ്യം നിങ്ങൾ കെമിസ്ട്രി തന്നെ എടുക്കുക, അത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ഫിസിക്സ് എടുക്കുക, അതിനുശേഷം മാത്രം മാത്തമാറ്റിക്സ് എടുക്കുക. മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നവർ, കാരണം മാത്തമാറ്റിക്സ് അല്ല നിങ്ങൾക്ക് JEE അഡ്വാൻസ് സെലക്ട് ചെയ്യപ്പെടാനുള്ള ചാൻസ് എപ്പോഴും കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് തന്നെയായിരിക്കും വരും. വലിയ ടോപ്പ് റാങ്കാണ് മാത്തമാറ്റിക്സുകാർക്ക് അല്ല മാത്സിൻ്റെ മാർക്ക് കൊണ്ടുണ്ടാകും. നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പലപ്പോഴും ഈ മാത്സ് സമയം എടുക്കുമെന്നും പറഞ്ഞ് ആദ്യം ഒരിക്കലും എടുക്കരുത്. അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ പോകണം അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ബാക്കി സമയം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെമിസ്ട്രി ചെയ്യുക, ഫിസിക്സ് ചെയ്യുക, മാത്സിലേക്ക് വരിക. സാധാരണ JEE അഡ്വാൻസ്ഡിന് എപ്പോഴും ഏതെങ്കിലും ഒരു പേപ്പർ ഇത്തിരി ടഫായിട്ട് വരാറുണ്ട്. പലപ്പോഴും അത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ തന്നെയാണ് അങ്ങനെ വരുന്നത്. അതൊന്ന് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്പരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറില്ലേ നിങ്ങളുടെ കയ്യിൽ? അപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ നായർ ഓക്കെ. അപ്പോൾ ഗോപിക അടിപൊളിയായിട്ട് പോയി എഴുതുക. അഫ്സൽ മോനെ നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതണം എല്ലാവരും. ഓക്കെ 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 ഓക്കെ, എല്ലാവരും അടിപൊളിയാകുക. നമുക്കൊരു IIT സെലക്ഷൻ മേടിച്ചിരിക്കണം കേട്ടോ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. ഓക്കെ, എക്സാം കഴിഞ്ഞിട്ടൊക്കെ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വിത്ത് പ്രേയേഴ്സ് കേട്ടല്ലോ. അടിപൊളിയായിട്ട് എഴുതുക. ബൈ ബൈ.